ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. രണ്ടാം പെരുന്നാൾക്ക് ആയിരുന്നു വീട്ടിൽ സൽക്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ ഒന്നാം പെരുന്നാൾക്ക് രാവിലെയും രാത്രിയും, രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് രാവിലെയും ഉച്ചക്കും ഒക്കെ ബിരിയാണി കഴിച്ചുകൊണ്ട് ഇതൊക്കെ നന്നാക്കണല്ലേ അല്ലേ? അമ്മോനോട് അത് നമുക്ക് സദ്യ ഉണ്ടാക്കാൻ സദ്യ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടക്കളൻ്റെ കോലാണിത്. സദ്യക്കുള്ള സാധനങ്ങൾ അടക്കളൻ്റെ കോലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ ബീഫ് എത്തിയിരുന്നു. അപ്പോൾ എന്താണ് കുത്തപ്പൂരി ചായ വെച്ച്. അപ്പോൾ അത് പിന്നെ ഞാൻ കൂടി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേന് അടുക്കളയിൽ കയറി. ഞങ്ങളൊരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേന് ഉണ്ടാക്കി കഴിഞ്ഞില്ല. പിന്നെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ക്ലീനാക്കി ഞാൻ പായസം ലാസ്റ്റ് വെക്കാൻ വിചാരിച്ചു. ഒരു 5:30 ഒക്കെ ആയപ്പോൾ പായസത്തിന് പാല് കട്ടപ്പാലായിരുന്നു. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് പൂവി വന്നത്. അവളോട് സദ്യ ഉണ്ടാക്കാണ്ട് വേഗം വരുകൊണ്ട് പറഞ്ഞ് വിളിച്ചെത്തിയതാട്ടോ. അവള് വന്നപ്പോൾ 5:30 ഒക്കെ ആയിക്കണേ. അത് കഴിഞ്ഞിതാ ഞാൻ പാലടുപ്പത്ത് വെച്ചിരുന്നു പറഞ്ഞില്ലേ. അപ്പം അത് കട്ട അലിയുന്നില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ പിടിക്കേണ്ടി വരും. അപ്പോൾ പൂവി പറഞ്ഞ് ഞാൻ പായസം വെച്ചോളാം പറഞ്ഞു. ബാക്കിയൊക്കെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ പായസം വെച്ചോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ പാല് കഴിഞ്ഞ് അടി പിടിക്കേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇതാണ് നമ്മളെ സദ്യക്കുള്ള സാധനങ്ങൾ. രസം പിന്നെ ഉള്ളത് സാമ്പാർ കേട്ടോ. കുറേ കൂട്ടാൻസ് ഒന്നുമില്ല, കുറച്ച് കൂട്ടാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ, കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ സാമ്പാറുണ്ട്. പിന്നെ അച്ചാറുണ്ട്. അച്ചാർ 2 ഇതുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ച അച്ചാറാണ്. പിന്നെ കൂട്ടുകറിക്ക് കടലില്ലാത്തതുകൊണ്ട് മമ്പയർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു ഉപ്പേരിയൊക്കെ വെച്ചു. പിന്നെ അവിയൽ പിന്നെ വെള്ളരി എന്താണ് പച്ചടിനെ നോക്കിയിരുന്നു. പക്ഷേ ബീട്രൂട്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് പച്ചടിയാക്കി. പിന്നെ ഇതാ ഒരു വയലറ്റ് കേബേജ് ഉണ്ടല്ലോ, ആ കേബേജ് ആയിരുന്നു. അത് ഉപ്പേരി ഉണ്ടാക്കി. പയർ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഉമ്മ വീട്ടിൽ കുറച്ച് മാങ്ങ കൊണ്ടുവന്നുകൊണ്ട് ഉമ്മ കടാങ്ങ് മാതിരി സുർക്ക പരാത ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇതാ പായസത്തിനുള്ള കട്ടൊക്കെ അലിഞ്ഞു തുടങ്ങി. അപ്പോൾ പൂവി ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പായസത്തിനുള്ളത് ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ അട ഇട്ടിക്കണം കേട്ടോ. അടപ്പായസമാണ്. അപ്പോൾ ആ അട ഇട്ടിക്കണ്. അപ്പോഴത്തേനും പിന്നെ ഞാനും അംജുവും കൂടി പോയിക്കാണ്ട് ഇല വെട്ടാൻ പോയി. അങ്ങനെ അംജു ഇല വെട്ടി തരാറിന്. കുറച്ച് ആൾക്കാരുണ്ട്. 15 ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇല വേണമല്ലോ. അപ്പോൾ കുറേ ഇല വെട്ടി പെറുക്കി. പിന്നെ അതാ റിയ ഓലൊക്കെ അംജുവിൻ്റെ മീൻകുയിൽ തലയിട്ട് നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമ്മ ചോറിന് വെള്ളം വെച്ചിട്ടോ. ചോറിന് ലാസ്റ്റാണ് വെള്ളം വെച്ചത്. 8-9 ആകുമ്പോഴത്തേനല്ലേ ചോറ് കഴിച്ചാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അമ്മായിൻ്റെ അടുക്ക് പോയി. അമ്മായിൻ്റെ അടുക്ക് പോയപ്പോൾ ആദ്യം റിയയും ബാവും കൂടി ഇങ്ങനെ ഇതാക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ അവിടുന്ന് രാത്രിയൊക്കെ ആയപ്പോൾ പിന്നെ അത് ചോറ് വന്ന് ചോറ് ഊറ്റി വെക്കുകയാണ്. വെള്ളം വലിയൊക്കെ വേണമല്ലോ. അപ്പം ഉമ്മ ചോറ് ഊറ്റിക്കണ്ട് ആ കനലുള്ള അടുപ്പത്തേക്ക് തന്നെ വെക്കാൻ വിചാരിച്ചിട്ട് അവിടെ വെക്കുകയാണ്. അപ്പോൾ ഞാനും അംജും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളവിടെ കാത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ വർക്ക് ചെയ്യുന്നിടത്തുള്ളത് ഓരോന്ന് കാണിച്ചു തരികയാണ് പഠിക്കുന്നിടത്ത്. അപ്പോൾ ഹാൻഡിലൊക്കെ വെട്ടി വെച്ചു. പിന്നെ ഇതാ പായസം, അപ്പോൾ തന്നെ പായസമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പായസം പൂവ് റെഡി ആക്കിയാണ് പോയത്. അപ്പോൾ പോയിക്കൊണ്ട് നേരെ തറവാട്ടിൽ നിന്ന് കൊയ്യപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ സെഫും പൊന്നും വന്നപ്പോൾ ചോക്കോബാർ കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിച്ച് പിന്നെ കുറച്ച് നേരം എല്ലാവരും കാത്തുനിന്ന് റിയ അത് കഴിക്കാൻ നിന്നു കേട്ടോ. കുഞ്ഞേ അപ്പോൾ അത് ആ ചിക്കൻ കാല് കൊണ്ടുവന്നിങ്ങനെ കേട്ടോ. സദ്യ മാത്രമായിട്ട്, പച്ചക്കറി മാത്രമായിട്ട്
ഒരു സുഖമില്ലാതെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ചിക്കൻ കാലും കൊണ്ടത് മറ്റേ ഓണസദ്യയിലേത് പെരുന്നാൾ സദ്യ ആക്കാം. അപ്പോൾ ചിക്കൻ കാലും കൂടി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ അതെന്താ കുഞ്ഞിപ്പൊക്കെ വന്നു. കുഞ്ഞിപ്പ വന്നു. അഞ്ചുവിനാണ്, എനിക്കല്ല. പറ്റൂല, എന്നാ നിങ്ങൾ കേറി ഇരിക്കണ വരെ. ഹായ്. സാധാ വീഡിയോ എന്റെ അടുത്തേക്ക് പോയ വീഡിയോ പപ്പടം വെച്ചിട്ടുണ്ടാവും. പോട്ടെ. എന്താ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.